Hello, good morning all. How are you all? സുഖമായിട്ടിരിക്കുന്നോ? ഫുഡ് കഴിച്ചോ? കഴിച്ചില്ലേ? പിന്നെ ഇത്രയും നേരം എന്തെടുത്തോണ്ടിരിക്കുവായിരുന്നു? ഓക്കെ, സോ ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so first portion, that is revision. Already we done the first section. Okay, the revision portion that you have to do, and next class onwards, that means we will start the next chapter. Okay, so തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. So if it is exams are going on the side, you have to go through your notes. Okay, otherwise that will be huge, because the next two chapters are lengthy one. That is, one is circles and the other one is what, surface area and volumes. That is a big chapter. So many hours or so many periods that we have to go through that, because only 2 or 3 questions per questions you have to done in a class. So that's big chapter. So I am moving to the next chapter. And not you already know, I already said to you what is the next chapter is it. What is that? Yes, I will not mention the name first, but I want to move through that. Before that I want to say you one thing. Okay, so നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നിങ്ങളുടെ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് അല്ലേ? മോസ്റ്റ് ഓഫ് ദി കേസസ്, ഈവൻ if it is girls or boys, both are interested in what ഗെയിംസ്. ഓക്കെ, സോ അപ്പം ഞാൻ ക്രിക്കറ്റ് തന്നെ എടുക്കുകയാണ്. ഓക്കെ, ക്രിക്കറ്റിൽ ഇപ്പോഴത്തെ കളിക്കാരെ എനിക്ക് എത്ര പിടുത്തമില്ല. കാരണം ഞാനൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് പഴയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. പുതിയ ആൾക്കാരുടെ അത്ര ഫെമിലിയർ അല്ല, ബിക്കോസ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് ടൈം ടു വാച്ച്, ബട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ക്രിക്കറ്റ്. ഓക്കെ, ഇഫ് ഐ ഗോട്ട് ദ ടൈം ഐ വിൽ വാച്ച് ദ ക്രിക്കറ്റ്. സോ ജസ്റ്റ് ഒരു പറയാം, രോഹിത് ശർമ്മ ഐ എം ടേക്കിംഗ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓൺലി. സോ പ്ലീസ് ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുക. ജസ്റ്റ് ഐ എം ടേക്കിംഗ് one familiar one. Okay, that's all. Or Sachin Tendulkar, he is not now, that's why I am taking another person. Okay, Rohit Sharma. Okay, അപ്പം ബാറ്റിംഗ് റൺസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുവാണെങ്കിൽ, ഓക്കെ, ഇത്ര വരെയുള്ള ഗെയിംസിൽ എഴുതുവാണ്. സോ ഐ വാണ്ട് ടു നോ വാട്ട് ഈസ് ദിസ് വാല്യൂ, അതായത് ആവറേജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പം ഓൾമോസ്റ്റ് നല്ല മാച്ച്, ഇപ്പോൾ ഒരുപാട് മാച്ച് കളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എല്ലാ റൺസും കൂടെ ഇടുന്ന കഴിയുമ്പോൾ കുറേ വാല്യൂസ് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? എത്ര റൺസ് ആവറേജ് സ്കോർ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏറ്റവും കുറവ് സ്കോർ എത്രയാണ്, ഏറ്റവും കൂടുതൽ സ്കോർ എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി റോ ഡേറ്റ മീൻസ് ചുമ്മാ കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ്? അപ്പം അങ്ങനെ കുറേ ചിന്തകളിലൂടെയാണ് നമ്മുടെ പുതിയ ചാപ്റ്ററായ ഏത് ചാപ്റ്റർ? യെസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ഉടലെടുത്തത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അതായത് നിങ്ങളുടെ മാത്സിൻ്റെ മാർക്ക്. ഇത്തവണത്തെ മാർക്ക് വലിയ പ്രശ്നമില്ല, അല്ല ഓഫ്ലൈൻ എക്സാം ആയതുകൊണ്ട്, അല്ലെങ്കിൽ റെഗുലർ എക്സാം അല്ല, സ്കൂളിൽ വന്ന് എക്സാം എഴുതുന്ന അല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു എനിക്ക്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ മീൻ. ഓക്കെ, അപ്പം നിങ്ങളുടെ മാർക്സ് എല്ലാം ഞാൻ ഇങ്ങനെ എഴുതുവാണ് ഇവിടെ. അപ്പം ആർക്ക് കിട്ടിയ മാർക്സ്, ഇപ്പം അമിതയ്ക്ക് കിട്ടിയ മാർക്ക്, ബൽറാമിന് കിട്ടിയ മാർക്ക്, ഇവിടെ മുഹമ്മദിന് കിട്ടിയ മാർക്ക്, കൃഷ്ണകാന്തിക്ക് കിട്ടിയ മാർക്ക്, ജെഫ്രിന് കിട്ടിയ മാർക്ക്, 2 ജെഫ്രിനുണ്ട്, ജെഫ്രിൻ വിൽസൺ ഉണ്ട്, ജെഫ്രിൻ സുജൻ. ഓക്കെ, സോ കുറച്ച് പേരുടെ പേര് പറഞ്ഞതാണ്. പ്രണവിന് കിട്ടിയ മാർക്ക്, ശരത്തിന് കിട്ടിയ മാർക്ക്, അങ്ങനെ കുറച്ച് മാർക്സ് ഞാനിങ്ങനെ എഴുതി വെക്കുകയാണ്. അപ്പം ഇങ്ങനെ മാർക്സ് എല്ലാം എഴുതി വെക്കുമ്പം എനിക്കറിയണം കൂടുതൽ മാർക്സ് എത്ര റേഞ്ചിലാണെന്ന്. അപ്പം കുറച്ച് പേർക്ക് ഇപ്പം ഔട്ട് ഓഫ് 25 മാർക്സ്, ഓക്കെ, കുറച്ച് പേർക്ക് കുറച്ച് കുറവ് മാർക്ക്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ആവറേജ്, കുറച്ച് പേർക്ക് നല്ല ഹൈ മാർക്സ്. അപ്പോൾ എനിക്കറിയണം എത്ര കുട്ടികൾക്കുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ നമ്പേഴ്സ്, ഓൾമോസ്റ്റ് നിങ്ങൾ എത്ര 3 ക്ലാസ്സും കൂടെ ഓൾമോസ്റ്റ് 120 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 120 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എത്ര മാത്രം കുട്ടികൾക്കുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ തന്നെ ഇതിനൊരു റേഞ്ച് ഇടും. അതായത് സോ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 50, നിങ്ങളുടെ ടേം എക്സാം മാർക്കാണെങ്കിൽ ഔട്ട് ഓഫ് 50 ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഔട്ട് ഓഫ് 50ക്കകത്ത് ഞാൻ കുറച്ച് റേഞ്ച് ഇടും. അതായത് 0 മുതൽ 10 വരെ ഒരു റേഞ്ച്, 10 മുതൽ 20 വരെ ഒരു റേഞ്ച്,
20 മുതൽ 30, 30 to 40, 40 to 50. ഓക്കെ, അപ്പം ഈ കാറ്റഗറി വരുന്നവർ കൂടുതൽ കെയർ വേണ്ടവരാണെന്ന് എനിക്ക് മനസ്സിലാവും. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എത്ര കുട്ടികൾ ഈ റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ് ആവറേജ് 20 to 30 റേഞ്ച് മീൻസ് ആവറേജ് സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് ആവറേജ് മാർക്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും 120 സ്റ്റുഡൻസിനെ ഇങ്ങനെ ഒരു ടേബിൾ ഫോമിൽ എനിക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം ഹൗ മെനി സ്റ്റുഡൻസ് ആർ വീക്ക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ബ്രില്യൻ ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഹൗ മെനി ഓഫ് ദം ആർ ഇൻ ദ ആവറേജ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഒരു ടാബുലേഷൻ, അതായത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഫ്രീക്വൻസി ടേബിൾ. ഓക്കെ, you already studied in 8th standard how to prepare the frequency table and how to prepare then histogram and all things. That all things we are discussing here. So 3 or 4 portions of this chapter are deleted, but it's only few things you have to consider. Okay, only 2 or 3 classes, that's enough for completing this chapter. That's only because frequency polygon, that portion is deleted one, and the mean, median, mode for the ungrouped data, that also deleted. So many portions are deleted. I'll give you the list, and before that what you have to go through what is the concept first. Okay, സോ അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് തന്നെയാണ്. അതായത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം 0 to 10. സോ ഐ വിൽ നോട്ട് മെൻഷൻ ദ നെയിം. സോ വൺ സ്റ്റുഡൻറ്റ് നെയിം എ ഓർ എക്സ് വൺ സ്റ്റുഡൻറ്റ് എക്സ് വാട്ട് between the marks 0 to 10. So I will put one tally mark here. Okay, then high marks എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു. So I will give one tally mark here, and then average one tally mark. Likewise 4 tally mark. After that 5 is like this. So this represents 5. അപ്പോൾ അതുപോലെ എത്ര ഇതുണ്ടെന്ന് ഫ്രീക്വൻസി ഉള്ളത്, അതായത് ഇതിനെ ഇങ്ങനെ ടാലി മാർക്സ് ചെയ്തപ്പോൾ ഇവിടെ 5 ആണ്. ഫ്രം ദിസ് 1 ആൻഡ് ഹിയർ ഓൾസോ 1. സോ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര കുട്ടികൾ വീക്കാണ്, എത്ര കുട്ടികൾ സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി മീൻസ് മോസ്റ്റ് റിപ്പീറ്റിംഗ്, അതായത് ഈ ഒരു റേഞ്ചിൽ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 0 to 10 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ 0 is a lower limit. 0ക്ക് എന്താ പറയുക, ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് റിഫ്രഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. 0 is a lower limit and 10 is a upper limit. 0 is a lower limit and 10 is a upper limit of the class interval. Okay, then ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 മൈനസ് 0 എത്രയാണ് 10. അപ്പോൾ 10 ആണ് ഇതിൻ്റെ ക്ലാസ് സൈസ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പറയുന്നതാണ് ക്ലാസ്. അതായത് ഇങ്ങനെ ഒരു ഇൻട്രവൽ ഫോം 0 മുതൽ 10 വരെ, അതായത് ഏതൊക്കെ നമ്പേഴ്സ് വരാം, 0 മാർക്ക് വരാം, 1 മാർക്ക് വരാം, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക്, 7 മാർക്ക്, 8 മാർക്ക്, 9, up to 9 included here. 0 to 10 means the marks 0 to 9 are included in the first section, and 10 is included here. So 10 to 19 are included here, and here 20 to 29 are there, here 30 to 39, here 40 to 49 plus 50 also here, because this is the last class. ഇങ്ങനെ ഓരോന്നിനെയും പറയുന്നതാണ് ക്ലാസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് 50 നമുക്ക് അടുത്ത് എഴുതാൻ പറ്റില്ല, അപ്പോൾ 50 ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്നതാണ് ക്ലാസ്. ആൻഡ് ദിസിന് 0 is a lower limit, and here 10 is a lower limit, 20 is a lower limit, 30 is a lower limit, 40 is a lower limit. ഇതിനെ ലോവർ ലിമിറ്റ് എന്ന് പറയും, ഇതിനെ അപ്പർ ലിമിറ്റ് എന്ന് പറയും. ഇതിൻ്റെ ഡിഫറൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ക്ലാസ് സൈസ് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത്. മിക്ക വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് എ ക്ലാസ് വിഡ്ത്ത് ഓഫ് ദ ഇൻട്രവൽ 0 to 10 or 10 to 20 ഏതെങ്കിലും തന്നിട്ട് ക്ലാസ് വിഡ്ത്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 10 minus 0 is 10, 20 minus 10 is 10, 30 minus 20 is 10. അപ്പം എല്ലാം ക്ലാസ് സൈസ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ടേബിൾ. അതായത് ഇങ്ങനെ എഴുതി ടാലി മാർക്ക് ഇടുക, ദെൻ ഫ്രീക്വൻസി എഴുതുക. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്നതാണ് ഫ്രീക്വൻസി ടേബിൾ ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഗ്രൂപ്പ് അല്ലേ ചെയ്തിരിക്കുന്നത്, കാരണം ഇൻട്രവൽ ഫോമിലാണ്, അപ്പോൾ ഗ്രൂപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ഫ്രീക്വൻസി ടേബിൾ. പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്താണെന്നുള്ളത്. ഇനി ചില കേസിൽ ഇതിൻ്റെ ആവശ്യം, ചില കേസിൽ ഇൻട്രവൽ ഇതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഉണ്ട്. കണ്ടിന്യൂസ് മീൻസ് ഇതാണ് 0 to 10, പിന്നെ 10 to 20, 20 to 30, അങ്ങനെ ഓർഡർ തന്നെയല്ലേ പോണേ, അതായത് ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. ചില കേസിൽ ബിക്കോസ് ഐ ആം ടേക്കിംഗ് ലൈക്ക് ദിസ് 0 to 9, then 10 to 29, then 0 to 10, 10 to 19, then 20 to 29, 30 to
39, 42, 49. ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ കുറേ നമ്പേഴ്സ് മിസ്സിങ് ഉണ്ടായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പം ഒരാൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് 39.5 മാർക്കാണ് കിട്ടിയത്. 39.5. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 30 to 38 വരെയാണ് ഇവിടെ വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ 39 ഇൻക്ലൂഡ് ചെയ്താൽ 39.5 എവിടെ എഴുതാൻ പറ്റും? ഈ റേഞ്ചിൽ വരുമോ? ഇല്ല. ഈ റേഞ്ചിൽ വരുമോ? ഇല്ല. ബിക്കോസ് നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റില്ല. ആക്ച്വൽ മാർക്കാണെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ്, അതായത് കണ്ടിന്യൂസ് ആക്കുന്നത്. കണ്ടിന്യൂസ് ആക്കുന്നത് എങ്ങനെയാണ് നോക്കുക. ഇവിടുത്തെ നമ്പർ 9 ആണ്, ഇവിടുത്തെ നമ്പർ 10 ആണ്. ഇസ് ഇറ്റ് 9 10? ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 9 10 ഡിഫറൻസ് ഈസ് 1 അല്ലേ. 1 അല്ലേ ഡിഫറൻസ് വരിക. അപ്പോൾ 1ന്റെ പകുതി എടുക്കുക. എത്രയാണ് 1ന്റെ ഹാഫ്? 0.5. അപ്പോൾ 0.5 രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യിക്കുക. ലിസൺ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സസ് അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ 9 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇവിടെ 19 20, അവിടെ ഡിഫറൻസ് 1 അല്ലേ. 29 30 ഡിഫറൻസ് 1, 39 40 ഡിഫറൻസ് 1 അല്ലേ. ഡിഫറൻസ് 1 വന്നാൽ 1ന്റെ ഹാഫ് എടുക്കുക. എത്രയാണ് ഡിഫറൻസ്? ചില കേസിൽ 2 വരാം. 2 വന്നു കഴിഞ്ഞാൽ 2ന്റെ ഹാഫ് എത്രയാണ്? 1. അപ്പോൾ 1 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.52 എത്ര വരും? 02. ഫസ്റ്റ് കേസ് 0 തന്നെയാണ്. 0 to 9.5 ആഡ് ചെയ്യാം. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10ൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 9.5 to 19.5. അതായത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ 20 0.5 പോയി കഴിഞ്ഞാൽ ബാക്കി 19.5 to here 29.5. Then 30 0.5 പോയി കഴിഞ്ഞാൽ 29.5 to 39.5. Then here 39.5 to 49.5. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ്. അതായത് ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിലെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലിലെ ലോവർ ലിമിറ്റ് ആണ്. ഇങ്ങനെ കേസിൽ വരുന്നതിനെയാണ് കണ്ടിന്യൂസ് ഇൻ്റർവെൽസ് എന്ന് പറയുക. അപ്പോൾ എല്ലാ കേസും ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ഇൻ്റർവെൽസ് ആണ് വരിക. മോസ്റ്റ് കേസസ് നമ്മൾ കണ്ടിന്യൂസ് ഇൻ്റർവെൽസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ബേസിക് കൺസെപ്റ്റ്സ്. ബേസിക് കൺസെപ്റ്റ്സിൻ്റെ നോട്ട്സ് ഞങ്ങൾക്ക് തരാം. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ലിസൺ ഹിയർ വൺസ് അഗെയിൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ അല്ലേ. മാത്സിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒറിജിനൊക്കെ പറഞ്ഞു, അതായത് എങ്ങനെ ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്തത്, ആപ്ലിക്കേഷൻസ് പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞു. പിന്നെ അത് ഒരു കാര്യം വിട്ടുപോയി, ഡേറ്റാസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം ഡേറ്റ കളക്ട് ചെയ്യുക. നിങ്ങൾ കേട്ട് കാണും അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സെൻസസ് എടുത്തു കഴിഞ്ഞാൽ സെൻസസിന് കുറേ ഡീറ്റെയിൽസ് കിട്ടി. അതെല്ലാം ഡേറ്റാസാണ്. അതിനെ ടാബ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം സെൻസസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര ലിറ്ററസി റേറ്റ് കേട്ട് കാണും. ലിറ്ററസി റേറ്റ് ഓഫ് കേരള, ആൻഡ് ദെൻ സെക്സ് റേഷ്യോ, ഹൗ men and women ratio, then what life expectancy, അങ്ങനെ കുറേ വേർഡ്സ് കേട്ടോ അല്ലേ. സോ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റാസ് കളക്ട് ചെയ്ത് നിങ്ങൾക്കറിയില്ല. സെൻസസിൻ്റെ ടൈം ആകുമ്പോൾ എവറി 10 years we are calculating the census of a country അല്ലേ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ഓരോ വീട്ടിലും വന്ന് ഡീറ്റെയിൽസ് എഴുതി കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ഒരു ടാബ്ലേഷൻ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ കൺക്ലൂഷനിൽ എത്തുന്നത്. സോ ദാറ്റ് ഡേറ്റ അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ ശേഖരിക്കുന്ന ഡേറ്റാസിനെയാണ് അങ്ങനെയുള്ളതിന് ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഡേറ്റാസ് ആർ ടു ടൈപ്സ്, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ നമ്മൾ നേരിട്ട് ചെന്ന് അറിയുന്ന കാര്യം. ഇപ്പോൾ സെൻസസിൽ ഓരോ ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റാസിനാണ് പ്രൈമറി ഡേറ്റ. ഡയറക്റ്റ് കോണ്ടാക്ട് അങ്ങനെയുള്ളതിനാണ് പ്രൈമറി ഡേറ്റ. ദെൻ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ മീൻസ് വേറൊരാൾ യൂസ് ചെയ്തത് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇൻ യുവർ ക്ലാസ് the height of the students height of the students, not the number of students who are absent in a class in a month. അതായത് ഒരു മന്തിൽ എത്ര കുട്ടികൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ചെയ്യാൻ പറ്റും. ബട്ട് ഉടനെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുവാണ് ജസ്റ്റ് നൗ യു ഹാവ് ടു കാൽക്കുലേറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ആരൊക്കെ മൺഡേ ആബ്സെൻ്റ്, ആരൊക്കെയാണ് നമ്പർ ഫസ്റ്റിന് ആബ്സെൻ്റ്, ആരൊക്കെ നമ്പർ സെക്കൻഡ് ആബ്സെൻ്റ്, അങ്ങനെ ചോദിച്ച് പോകുമ്പോൾ ഓർമ്മ കിട്ടില്ല. ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. സോ വാട്ട് ഈസ് ദാറ്റ്
ഡയറക്റ്റ് വേ അവർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണ് യെസ്, സാറാണ് പറഞ്ഞത്, അത് തന്നെ കറക്റ്റ്. വാട്ട് ഈസ് ദാറ്റ്? അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കുക അല്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കുക. അപ്പോൾ ടീച്ചർ പ്രിപ്പയർ ചെയ്ത് അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇത്ര പേര് ഇന്ന ദിവസം ആബ്സെൻ്റ് ആയിട്ടുണ്ട്, ഇല്ല ഇന്ന കുട്ടികൾ ഇന്ന ദിവസങ്ങളിൽ ആബ്സെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് ഡേറ്റ ഉണ്ട്. അപ്പം ഓൾറെഡി ടീച്ചർ കളക്ട് ചെയ്ത ഡേറ്റയാണ് വേറൊരാൾ യൂസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് എ സെക്കൻഡറി ഡേറ്റ. Clear? Primary data is the direct contact or direct input, collecting the information directly, and secondary data means what? The data are collected by someone and is used by us for the investigation purpose. That is a secondary data. Okay. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റേഞ്ച് നിങ്ങൾ 7th പഠിച്ചു, നോട്ട് an 8th, 7th. What do you mean by range of? Yes, കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? For example, the height of the students or the marks of the students in your class. Okay, അപ്പോൾ കുറേ ഡേറ്റാസിൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ലോവസ്റ്റ് മാർക്ക് നോക്കുക. So and also you have to take the highest mark also. That is the difference between the highest value and the lowest value is same as a range. Range means what? The difference between the highest value and the smallest value in a data. That you mean by the range. Frequency പറഞ്ഞു, tally marks എടുക്കുന്ന നമ്പർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. Then continuous intervals പറഞ്ഞു. ക്ലാസ് ഇൻ്റർവൽ എന്താണ്? ക്ലാസ് ഇൻ്റർവൽ ഇസ് വാട്ട് ദ ക്ലാസ് ഇൻ്റർവൽ മീൻസ് ഇങ്ങനെ എഴുതുന്ന ഫോമിൽ എഴുതുന്നതിനാണ് ക്ലാസ് ഇൻ്റർവൽസ് എന്ന് പറഞ്ഞാൽ. ദെൻ അപ്പർ ലിമിറ്റ് എന്താണ്? വാട്ട് ഈസ് ഹിയർ അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഈസ് 9. ആ കേസസ് പറഞ്ഞു. ദെൻ വി മൂവ് ടു ദ ക്ലാസ് മാർക്ക് ഓർ മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ്. അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് മാർക്ക്, ആ വേർഡ് നോക്കുക, ക്ലാസ് മാർക്ക് or mid value. Okay, mid value എന്താണ്? mid value മിഡിലെ വാല്യൂ അല്ലേ? അത്രേ ഉള്ളൂ. അതായത് ഈ ക്ലാസ്സിൻ്റെ മിഡിൽ വരുന്ന വാല്യൂ എത്ര? ഇപ്പോൾ 0 to 9.5 ആണെങ്കിൽ മിഡിലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിഫറൻസ് കാണാം. എത്രയാണ്? 9.5 minus 0 is 9.5. 9.5ൻ്റെ ഹാഫ് എടുക്കുക. ദാറ്റ് ഈസ് എ മിഡ് വാല്യൂ. വാട്ട് ഈസ് എ ഹാഫ് ഓഫ് 9.5? 4.75 അല്ലേ? 4.75 പ്ലസ് 4.75 ആണ് 9.5. ഓക്കെ, അപ്പോൾ 4.75 ഉണ്ട്. അതുപോലെ ഇതാണ് മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോന്നിൻ്റെയും മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിനും കൂടെ ആഡ് ചെയ്യുക. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 ഈസ് എ ക്ലാസ് മാർക്ക് ഓർ മിഡ് വാല്യൂ. ക്ലിയർ ആയോ? അപ്പോൾ ഓരോ ക്ലാസ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ക്ലാസ് സൈസ് ഓൾറെഡി പറഞ്ഞു. വാട്ട് ഈസ് ദ ക്ലാസ് സൈസ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ upper limit and the lower limit is the class width or class size. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വേർഡ്സൊക്കെ ഞാൻ നോട്ടായിട്ട് തരാം, ഞങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ directly move to the problems. I think that is, otherwise time consuming. So just go through the example question first, then we'll move to the exercise questions. Okay, so all of you please go and take your textbook. നിങ്ങളെല്ലാം വെറുതെ കഥ കേട്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ബുക്ക് പോലും ഫ്രണ്ടിൽ കാണില്ല. പിന്നെ അതുപോലെ കുറേ പേര് പോസ് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫുള്ള് കാണുന്നില്ല. ഒന്ന് നോക്കും, പിന്നെ നോക്കും, എന്തായാലും ഞാൻ ഇന്നത്തെ ക്ലാസ് കണ്ടു എന്നിരിക്കുന്നവരുണ്ടാകും. ബട്ട് ബിവെയർ ഓഫ് ദാറ്റ്. ഞാനൊന്നും നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല. ബട്ട് ദ ഗോഡ് വിൽ സീ ഇറ്റ്. ഓൺലി 3 പീരീഡ് മാത്രമേ ഒരു ദിവസമുള്ളൂ. അതൊന്ന് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ പെട്ടെന്ന് മക്കൾസ് ഓടിപ്പോയി ബുക്ക് എടുത്തിടുക. ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. യെസ് മക്കൾസ്, ബുക്ക് എടുത്തോ? യെസ്, ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് ദി ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 240 ഇൻ ടെക്സ്റ്റ് ബുക്ക്. ബാക്കി ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ എക്സസൈസ് 14.1 അതിന് മുമ്പത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ദാറ്റ്സ് എനഫ്. ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഡേറ്റ. Example 1, please go to that. Consider the marks obtained by 10 students in a mathematics test as given below. ദൈവമേ, ഈ മാർക്കൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? യെസ്. So the data in this form is called the raw data. Raw data means just numbers only or the informations only, not in the tabular form. That is termed as raw data. By looking at this form, can you find the highest and the lowest mark? Can you find the highest mark from out of that? Can you find the highest mark is 95. At a first look you can identify, is it? And what is the lowest mark in this set is, yes, 25. Okay, the highest mark is 95 and the lowest mark is 25. Okay, so
ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? or you can write in the form of an ascending order and then you can identify which is the lowest marks and which is the highest marks. Clear? So if the number of students is not 10, more than that is 30 students of a class. Next example, please go through that. 30 students. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഒന്നും നിങ്ങൾക്ക് അത് പെട്ടെന്ന് അറേഞ്ച് ചെയ്താൽ വേണ്ടി കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ അത് നമ്പർ കൂടി നെക്സ്റ്റ് എക്സാമ്പിൾ 3 നോക്കുവാണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് 100 plants പ്ലാന്റ് ഇൻ 100 സ്കൂൾസ് ഡ്യൂറിങ് വൻ മഹോത്സവ. അപ്പം അത്രയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സ് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഈ റോ ഡേറ്റാസുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടാണ് അസെൻഡിങ് മോഡൽ എഴുതി ചെയ്യാൻ വേണ്ടി. അപ്പം അതിനുള്ളൊരു മെത്തേഡാണ് നെക്സ്റ്റ് പറഞ്ഞിരുന്നത്. അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ലോവസ്റ്റ് മാർക്ക് ഈസ് 25. പ്രീവിയസ് എക്സാമ്പിൾ 1 ലോവസ്റ്റ് മാർക്ക് ഈസ് 25 ആൻഡ് ദ ഹയസ്റ്റ് മാർക്ക് ഈസ് വാട്ട് 95 ആൻഡ് ദ ഡിഫറൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ റേഞ്ച് എന്നുള്ള വേർഡ് കൊണ്ട് യൂസ് ചെയ്ത് അല്ലേ. അപ്പോൾ ഡിഫറൻസ് എത്ര വരും 70. ദാറ്റ് ഈസ് എ റേഞ്ച് ഓഫ് ദി ഡേറ്റ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നോട്ടിൽ എഴുതണ്ട, ബിക്കോസ് ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രം നോട്ടിൽ എഴുതി പോയാൽ മതി, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പം നെക്സ്റ്റിൽ എക്സാമ്പിൾ 2 എടുത്ത് നോക്കി 10, 20 അങ്ങനെ നമ്മൾ ആദ്യം എഴുതി അല്ലെ. കുറേ നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്പേഴ്സ് മാത്രം എഴുതി അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതി വെച്ചു. ഓക്കെ. ഇനി എക്സാമ്പിൾ 3 എങ്ങനെ എഴുതുന്നതിനാണ് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അൺഗ്രൂപ്പ് ജസ്റ്റ് നമ്പേഴ്സ് മാത്രം എഴുതി ഫ്രീക്വൻസി എഴുതി പോകും, അത്രേ ഉള്ളൂ. അതിനാണ് ഗ്രൂപ്പ് ചെയ്യാത്ത അൺഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഇൻട്രോവൽ ഫോമിൽ എഴുതുന്നതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ 3 100 plants were planted in 100 schools during Van Mahotsav. After 1 month, number of plants that survived were recorded as. Van Mahotsav 100 schools-ലായിട്ട് 100 plants കൊടുത്തു. അപ്പം ആഫ്റ്റർ 1 month, ഒരു മന്ത് കഴിഞ്ഞപ്പോഴേക്കും എത്ര പ്ലാന്റ്സ് സർവേ ചെയ്തത്, 100ൽ എത്ര സർവേ ചെയ്തു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള 100 സ്കൂൾസിൻ്റെ റെക്കോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നോക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ് സർവേ 20 to 20 ഈ റേഞ്ചിൽ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രീക്വൻസി എഴുതി അല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കത് കുറച്ചുകൂടെ വീണ്ടും ടൈം കൺസ്യൂമിങ് ആയി വരുന്നു. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്നറിയാം. 20 to 29 വരെ എഴുതി ഇങ്ങനെയാണ് മൂവ് ചെയ്തേക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 4th എക്സാമ്പിളിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. കുറേ അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിച്ച് ഗിവ്സ് ദ വെയ്റ്റ്സ് ഓഫ് 38 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 38 സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് 2 വെയിറ്റും കൂടെ 2 പുതിയ സ്റ്റുഡൻസും കൂടെ വന്നു. അവരുടെ വെയിറ്റ് 35.5 40.5 അങ്ങനെ 2 വാല്യൂസ് ആണെങ്കിൽ സോ ഹൗ വിൽ യു ഇൻക്ലൂഡ് ദാറ്റ്? വേർ യു വാണ്ട് ടു പ്ലേസ് ദാറ്റ് 2 സ്റ്റുഡൻസ് വെയിറ്റ്? ഓക്കെ. സോ അപ്പോൾ കൺഫ്യൂഷൻ വരും. 35.5 ആണ്. അപ്പോൾ 35 കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഒന്ന് അറേഞ്ച് ചെയ്യുക. എങ്ങനെ അറേഞ്ച് ചെയ്യുക? 35, 36 എത്രയാണ് ഡിഫറൻസ്? 1 ആണ്. സോ 1 half is half of 1 is what? 0.5. 0.5 ലോവർ ലിമിറ്റിൽ സബ്ട്രാക്ട് ചെയ്യുക, അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായി? 30.5 to 35.5. അപ്പോൾ ലാസ്റ്റ് 70.5 to 75.5 വരെ എന്ത് വന്ന് റേഞ്ച് ഓഫ് വാല്യൂസ് വന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓർഡറിലായി എല്ലാ മാർക്സും ഇൻക്ലൂഡ് ചെയ്യാം, ഓർ എല്ലാ വെയ്റ്റ്സും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എക്സാമ്പിൾസ് എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് എങ്ങനെയാണ് പറഞ്ഞത്? ഫസ്റ്റ് റോ ഡേറ്റ ആയിരുന്നു, പിന്നെ എന്തായി അൺഗ്രൂപ്പ്ഡ് ഡേറ്റ വന്നു, പിന്നെ ഗ്രൂപ്പ്ഡ് ഡേറ്റ വന്നു. ആ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ കണ്ടിന്യൂസ് അല്ലാത്ത കേസ്, കണ്ടിന്യൂസ് മീൻസ് ഓർഡറിലല്ലാത്ത കേസുണ്ട്, കണ്ടിന്യൂസ് ആയ കേസുണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞ് നിർത്തി. ഞാൻ ഇത്രയും നോട്ട്സ് ഒന്നും എഴുതേണ്ടത്, ജസ്റ്റ് നോക്കിയാൽ മതി. എക്സസൈസ് മുതൽ ചെയ്തു പോകണം. ഓക്കെ. സോ ഷാൽ വി സ്റ്റാർട്ട്? Yes, please write on the first question. Exercise first question 14.2. First question. The blood groups of 30 students of a class 8 are recorded as follows. അപ്പോൾ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്? എ ഗ്രൂപ്പ് ഉണ്ട്, ഒ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, എ ബി ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അത്രയും ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്. റെപ്രസെൻറ്റ്സ് ദിസ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ ഇതിന് നമുക്ക് റേഞ്ച് ക്ലാസ് വൈസ് എഴുതാം, കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റില്ല അല്ലേ, കാരണം 3 വാല്യൂസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കോളം എഴുതാം. ബ്ലഡ് ഗ്രൂപ്പ് ഒരു കോളം എഴുതി, ദെൻ ടാലി മാർക്ക് എഴുതാം. പിന്നെ എന്താണ് നമ്പർ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മോസ്റ്റ് കോമൺ ആൻഡ് റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് എമംഗ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എന്താ നമുക്ക് എഴുതാം? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതാം അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട്? എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, എ ബി ഗ്രൂപ്പ് ഉണ്ട്, ഒ ഗ്രൂപ്പ് ഉണ്ട്. ഈ 4 ഗ്രൂപ്പല്ലേ ഉള്ളൂ. നോക്കി, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കുക.
നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എ എല്ലാം കൗണ്ട് ചെയ്തു അങ്ങനെ കൗണ്ട് ചെയ്ത് പോകല്ലേ. ഫസ്റ്റ് വൺ ഈസ് എ. A means tally mark 1 here. Next number is next letter is what B. So you have to put 1 tally mark. The next number is O, 1 tally mark. Again O, so 1. Then AB. AB means 1 here. The next one O, again 1. Then next one is A, 1 here. Next one is O, 1 here. Next one is B, 1 here. Next one is A, so 1 here. Next one is O, so 5 here. Okay. The next one is B, 1 here. The next one is A, 1 here. Next 2 O's, O, O. Then A means 1 here. Then AB, 1 here. 1 means 1 tally mark. Then O, again 1. AA, next 2A, so AA. Then O, O, O. Then O. Then AB, AB 1 here. Then B, again 1 here. Then A, 1 here. Then O, again 1 here. Then B, 5. Then A, 1. Then B, 1. Then O, 1. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ എ എന്ന് പറഞ്ഞാൽ എ കണ്ട എല്ലാം പേർക്ക് എണ്ണി നോക്കി ടാലി മാർക്ക് ഒരുമിച്ച് ഇട്ട് വെക്കുക അല്ല വേണ്ടത്. ഓരോന്നായിട്ടിട്ട് പെട്ടെന്ന് തീർന്നില്ല. എത്ര മിനിറ്റ് എടുത്തു? മാക്സിമം 2 minutes കൊണ്ട് തീർന്നില്ലേ? ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എഴുതിയില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി ഇത് കൗണ്ട് ചെയ്തത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര വരും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ദിസ് ഇസ് 5, 6, 7, 8, 9 അല്ലേ? സോ 9 students have the blood group A. Then B how much? This is 5 plus 1 is 6. Then AB how many are there? 3 are there. Then O group 5, 10, 12. Okay, 12. So 9, 6, 3, 12. Then shall we move to the next one? This is the frequency table for the frequency table. Okay. Then what is given? Which is the most common? Which is the most common blood group among this? The frequency code is most common. What is that? O group. Okay. And which is the rarest? Rarest means ഏറ്റവും കുറവ് വരുന്ന ഏതാ വരിക? AB group. And the blood group among these students. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ പെട്ടതാണ്. അങ്ങനെ ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലേ? O ഉണ്ട്, A ഉണ്ട്, അപ്പോൾ എല്ലാം ഈക്വലായി നമുക്ക് തോന്നും. ബട്ട് when you are moving to or we are constructing a table, frequency table, then you can easily catch which one is the rarest blood group and which is a common blood group and all things. Okay, so hope you clear this question. Shall we move to the next question? Yes, so please write on this. Okay, we'll move to the next question. Please take the textbook, page number 246, 7th question. The value of pi up to 50 decimal places is given below. Make a frequency distribution of the digits from 0 to 9 after the decimal point. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഒരു കോളത്തിൽ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതുക. Then next column tally mark. Then next column frequency. Okay, അപ്പോൾ ഏതൊക്കെ ഡിജിറ്റ്സ് ഉണ്ട്? 0 ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9. ഡിജിറ്റ്സ് അല്ലേ വരുന്നത്. അപ്പോൾ നോക്കുക, ആഫ്റ്റർ ദ ഡെസിമൽ പ്ലേസ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്പർ എത്ര? 1 number 1 in tally mark. The next number is 4 in tally mark. The next number is 1, again 1 tally mark. Then next number is 5 means 1 mark. Then 9 means 1 tally mark. Then 2, then 6. Likewise you have to complete. Okay, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ടേബിൾ ഇട്ട് അപ്പോൾ ടോട്ടൽ എത്ര നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ കൗണ്ട് ചെയ്തല്ലോ. അതായത് ടാലി മാർക്സ് നോക്കി ഇവിടെ എഴുതുമല്ലോ. ഫോർ എക്സാമ്പിൾ ഹിയർ ഇറ്റ് ഈസ് 2 ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയും ഈക്വൽ ആയിരിക്കണം? ഹൗ മെനി ഡെസിമൽ പ്ലേസ് 50യോട് ഈക്വൽ ആയിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ആർ ദ മോസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഓക്കറിംഗ് ഡിജിറ്റ്? ഏതാണ് മോസ്റ്റ്? ഇത് ചെയ്യുമ്പം ഏതാണ് മോസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതും അതായത് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്, ഏറ്റവും കൂടുതൽ നമ്പർ ഇവിടെ വരുന്നതും വിച്ച് ഈസ് ദ ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഓക്കറിംഗ് ഡിജിറ്റ് മീൻസ് ഏറ്റവും കുറച്ച് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. ദാറ്റ്സ് ഓൾ. സിമ്പിൾ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയാത്തത്. യു ഹാവ് ടു ഡു. ഓക്കെ, ആൻസർ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ആൻഡ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഓക്കറിംഗ് ഡിജിറ്റ് മോസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന 3 ആണ്. ആൻഡ് ദ ലീസ്റ്റ് റിപ്പീറ്റിംഗ് നമ്പർ ഈസ് വാട്ട്? 9. ദ ലീസ്റ്റ് റിപ്പീറ്റിംഗ് നമ്പർ ഈസ് the most repeating number is 2 numbers are there, 3 and 6, and the least is 0 and the least occurring digit is 0. Okay, ഒന്ന് just mark here ചെയ്തു നോക്കുക. Okay, so hope you clear this question. Shall we move to the next? Yes, please.
Next, I'll move to the second question. Okay. And the distance of 40 engineers from their residence to their places of work were found as follows. അപ്പോൾ കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 40 എഞ്ചിനീയേഴ്സിൻ്റെയാണ് 40 കിലോമീറ്റേഴ്സ്, അതായത് 40 ആൾക്കാരുടെ കിലോമീറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസിഡർ എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ക്ലാസ് സൈസ് 5. ക്ലാസ് സൈസ് മീൻസ് 5 മീൻസ് ആ ഡിസ്റ്റൻസ് എത്ര, ഡിഫറൻസ് എത്രയായിരിക്കും? 5 ആയിരിക്കണം. For the data given above, taking the first interval as 0, 5. 0, 5 ആണ് first interval. What main features do you observe from this tabular representation? അപ്പോൾ എന്ത് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലായെന്ന് മാത്രം അതിനകത്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടേബിൾ ഫോം ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ, ദെൻ ടാലി മാർക്ക്, ദെൻ what is the number of, it is given number of engineers, is it? Number of engineers. Okay, all പറഞ്ഞിട്ട് സ്റ്റാർട്ടിംഗ് വിത്ത് ഏതാണ്? സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് 0 to 5 സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ പറയുന്നത്. 0 to 5 ഫസ്റ്റ് എഴുതുക. അതിനകത്ത് 5 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. 5 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻ്റർവൽ ഏത് തന്നെ ഇടുന്നത്? 5 തന്നെ എടുക്കണം അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്പേഴ്സ് നോക്കിയാൽ മാക്സിമം എത്രയാണ് വരിക? 32 ഉണ്ട്. അതിൽ കൂടുതലുണ്ടോ? യെസ്, അപ് ടു 32 വരെ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25, 25 to 30, 30 to 35. മാക്സിമം 32 ആണ്, അതുകൊണ്ടാണ് 35 എടുത്തത്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ 5 ഇവിടെയാണ് വരിക, ഇവിടെയാണ് വരിക. ഫസ്റ്റ് ഇൻ്റർവെലാണ്, സെക്കൻഡ് ഇൻ്റർവെലാണ്? യെസ്, ഗുഡ്, സെക്കൻഡ് വണ്ണിൽ. ഓക്കെ, ദെൻ 15 തേർഡിലാണ്, ഫോർത്തിലാണ് വരിക. 15 ഇവിടെയാണ്, ഇവിടെയാണ് വരിക. യെസ്, ഫോർത്ത് ഇൻ്റർവെലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ്, എൻ്റെ ഒപ്പം തന്നെ എഴുതി പോകണേ. ഫസ്റ്റ് നമ്പർ ഈസ് 5, സോ പുട്ട് 1 ടാലി മാർക്ക്. നെക്സ്റ്റ് നമ്പർ ഈസ് 3. Again, sorry, 5 വരുമ്പോൾ എവിടെ വരിക? ഫസ്റ്റ് വണ്ണിലാണ്, സെക്കൻഡ് വണ്ണിലാണ്? സെക്കൻഡ് വൺ. ദെൻ 3 ഹിയർ, ഒപ്പം ചെയ്ത് പോകണേ. 10 ഹിയർ, 20 ബോർഡ് നോക്കണ്ട, തന്നെ ചെയ്യാം. ദെൻ 25, 11, 13, 7, 12, 31, 19, 10, 12, 17, 18, 11, 32, 17, 16, 16 means 5, then 2, then 7, then 9, 7, then 8, then 3, then 5, then 12, then 15, then 18, then 3, then 12, then 14, then 2, then 9, then 6, then 15, then again 15, then 7, then 6, and the last number is 12. സുഖമല്ല എങ്ങനെ ചെയ്യാൻ? അല്ലാണ്ട് പെറുക്കി 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 എഴുതുമ്പോൾ എത്ര ടൈം കൺസ്യൂമിങ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തീർന്നില്ലേ? ഇനി നോക്കിയേ 0 to 5, how many are there? 0 to 5, 5 are. Then 5 engineers have less than 5 kilometer to walk. Then 5 to 10, 3 are 5, 10 plus 1, 11. Okay, next one 10 to 15, 5, 10, 11. That is also 11. The next one 5 plus 4 is 9. The next one is 1. And the last one is 1. 1 plus 1 is 2. While adding this, how many are there? 5 plus 11 is 16. 16 plus 11 is 27. 27 plus 9 is 36, 36, 37, 38, 40. 40 then total വന്നില്ലേ? Okay, ഈ ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? What you can understand? That is, most of the engineers have the distance. ഏറ്റവും കൂടുതൽ ഏത് റേഞ്ചിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത്? 5 to 10, 10 to 15, 15 to 20. Or you can say most of the engineers have
the distance to walk is between 5 to 20 എന്ന് പറയാമല്ലോ. ഈ റേഞ്ചിലല്ലേ കൂടുതൽ. So we can say 5 to 20. That is the inference obtained from this table. അല്ലാണ്ട് കുറേ ഡേറ്റാസ് നിങ്ങൾക്ക് ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടാബ്ലറ്റ് ഫോമിലോട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, ഒരു അനലൈസ് ചെയ്യാൻ പറ്റും ഓരോ ടേബിൾസും. ഓക്കെ, അപ്പം ഇത്രയും മതി ഇന്ന്. ഓക്കെ, ഇത്രയും വർക്ക് മതി. ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്കാണ്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. കാരണം എക്സാം അല്ല, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഓവർ സ്ട്രെയിൻ ആക്കുന്നില്ല. ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തു, പ്ലസ് 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹോംവർക്ക്. പെട്ടെന്ന് ചെയ്ത് തരൂല്ലേ? ഇതിങ്ങനെ ടേബിൾ വെറുതെ എഴുതാം, ജസ്റ്റ് ഓരോ നമ്പേഴ്സായിട്ട് വെയിറ്റ് ചെയ്യില്ല, കണ്ടിന്യൂസ് ആയിട്ട് ടാലി മാർക്ക് ഇട്ട് പോകാം. ഓക്കെ, ദാറ്റ് ഈസ് ഈസിയസ്റ്റ് മെത്തേഡ് ടു ഫോർമേഷൻ ഓഫ് ദി ടേബിൾ. അപ്പോൾ അധികം നേരം വരില്ല, ജസ്റ്റ് മാക്സിമം 2 or 3 minutes അത്രേ വരുള്ളൂ. ഇത്രയും കൊണ്ട് നമുക്ക് ടേബിൾ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേസ് സെക്ഷൻ ആൻഡ് അബൌട്ട് COVID-19. നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം കൂടുതൽ പറയുന്നില്ല. സ്റ്റേ സേഫ് ഇൻ യുവർ ഹോം ഇറ്റ് സെൽഫ്. പുറത്ത് വെറുതെ കറങ്ങി നടക്കാൻ വേണ്ടി പോകരുത്. ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. ഐ പ്രിഫർ സോപ്പ് ഓർ ഹാൻഡ് വാഷ്, നോട്ട് ബൈ യൂസിങ് സാനിറ്റൈസർ. ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇഫ് യു ആർ ഇൻ ഹോം, പ്ലീസ് യൂസ് hand wash or soap, okay, to clean your hands. And one more thing about the mobile games. Exam start ചെയ്യാൻ പോകുന്ന ഫ്രൈഡേ. സോ അപ്പോൾ അതുകൊണ്ട് അലേർട്ടായിട്ടിരിക്കുക, കുഴപ്പരുത്. കാരണം ഇനി ഒരു എക്സാം പോകും, മാക്സിമം 2 എക്സാം തീർന്നു. നിങ്ങൾക്ക് ഓൾറെഡി സാർ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങൾ കേട്ട് കാണും ഇന്നത്തെ ക്ലാസ്സിൽ. യെസ്റ്റർഡേസ് ക്ലാസ്. വാട്ട് സെഡ് ഓൺലി ഹൗ മെനി മന്ത്സ് ലെഫ്റ്റ്? February, March you have to face, or February last week you have to face the 9th final exam. After that you are in 10th standard. So be aware about the situation, where you are, what is your goal, and all those things you have to kept in your mind. Okay, so class interesting ആയെന്ന് വിചാരിക്കുന്നു. Because I really enjoy the class. ഞാൻ ഉണ്ടായിരുന്ന ഓൺലൈൻ, എനിക്കറിയാതെ. ജസ്റ്റ് പോസിറ്റീവ് സൈഡ്സ് പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, അപ്പം സാറ് പറയുമ്പം അത് ആ സെൻസിൽ മാത്രം എടുക്കുക, അല്ലാണ്ട് അതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സെപ്പോഴും നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. സോ തിങ്ക് പോസിറ്റീവ് എവറി ടൈം. ഇഫ് യു ഹാവ് ലെസ് മാർക്ക് ഇൻ മാത്സ് മാർക്ക് ഓർ ഇൻ എനി സബ്ജect, don't feel bad, but next time I can score better marks. That is your spirit. Okay, so next exam, write well. So I know so many students are copying this test paper. I know that I can identify those students also, but I will not mention them, because I will not reveal them, because you are a good students. So if anyone is doing like that, please അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. കാരണം ചീറ്റ് ചെയ്യരുത് ആരെയും. ഇത്രമാത്രം എഫേർട്ട് എടുത്ത് ക്ലാസ് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന ടീച്ചേഴ്സിനെ ഒന്ന് ബഹുമാനിക്കുക. ഓക്കെ, സോ നിന്നിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുന്നില്ല, കാരണം ദാറ്റ് ഇസ് അപ് ടു യു ഓൺലി. ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ബഹുമാനിക്കുക. കാരണം അവർ ചെയ്യുന്ന ആ ജോബ്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആത്മാർത്ഥതയെങ്കിലും കാണിക്കുക. ഓക്കെ, സോ പഠിച്ചിട്ട് എക്സാം എഴുതുക. കാരണം നിങ്ങൾക്ക് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല. ജസ്റ്റ് 3 hours മാക്സിമം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം തീരും, അല്ലേ? സ്കൂളാണ് നിങ്ങൾ എത്ര മണിക്കൂർ നിൽക്കണം? almost 6 or 7 hours you are spending in school. Okay, out of that 5 hours you are always studying, minimum 5 hours. So here we are providing only 3 hours, maximum 3 hours class, is it? So അത് fruitful ആയിട്ട് ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. Okay, so in the next class, bye. Hope you enjoy the class, and next class also I am like this. Okay, so we'll see in the next class. Thank you, bye. All the very best for the exam. I forgot to say. Okay, all the very best.